ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊക്ബി മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ പർമ സാറിൻ്റെ ടെസ്റ്റ് സീരീസ് എട്ടാമത്തേലെ സീജിയൽ മെയിൻസിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഇത് 15 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടയിലായിട്ട് കൊടുക്കാം. അപ്പോൾ അത് കാണുക. അതിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇത് നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ ബോട്ടം സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. The speed of a boat downstream is 150% more than its speed upstream. If the time taken by the boat for going 80 km downstream and 50 km upstream is 8.2 hours, then what is the speed ഓഫ് ദി ബോട്ട് ഡൗൺ സ്ട്രീം? അത്രേ ഉള്ളൂ. അതായത് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തമ്മിലുള്ള സ്പീഡിൻ്റെ വ്യത്യാസമല്ല, റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 150% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 150/100 അല്ലേ? അതായത് 3/2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്പീഡിൻ്റെ 3/2 മോർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? 3/2 ആണെന്നല്ല, 3/2 മോർ ആണെന്നാണ്. അതായത് അപ്സ്ട്രീം സ്പീഡ് 2 യൂണിറ്റ് ആക്കി എടുക്കുവാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് മുകളിൽ കിടക്കുന്ന 3 കൂട്ടണം, 2 + 3 5 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടി. ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിന് 80 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനും അതേപോലെ 50 കിലോമീറ്റർ അപ്സ്ട്രീമിൽ പോകാനും വേണ്ടി എടുക്കുന്ന സമയം 8.2 മണിക്കൂറിന് 82/10 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഡിക്കും യുക്കും ഞാൻ ഇതിന് എക്സ് ആക്കി എടുക്കുവാണെങ്കിൽ എനിക്ക് വില ഇട്ട് കൊടുക്കാമല്ലോ. 5x 2x എന്ന് എടുത്ത് വിചാരിക്കുക. അപ്പോൾ 80/5x പ്ലസ് 50/2x വിച്ച് ഇസ് ഈക്വൽ ടു 82/10. LCM എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അടിയിൽ എന്തെന്ന് വരും? അടിയിൽ 10x എന്ന് വരും. മുകളിലോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 160, അപ്പുറത്തേക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 250 വിച്ച് ഇസ് ഈക്വൽ ടു 82/ എന്തെന്ന് വന്നു? 10 എന്ന് വന്നു. 10ഉം 10ഉം പോയി. ഇത് കൂട്ടുമ്പോൾ എത്രയെന്ന് വരും? 410 എന്ന് വരും അല്ലേ? ഇത് കൂട്ടുമ്പോൾ 410. അങ്ങനെയാണെങ്കിൽ ഇതും ക്യാൻസൽ ആവില്ലേ? 5 തവണ ക്യാൻസൽ ആവും. എക്സിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടിയാൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഡൗൺ സ്ട്രീം സ്പീഡാണ് ചോദിക്കുന്നത് അല്ലേ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ഇൻ ഡൗൺ സ്ട്രീം? ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 5x ആണ്. അപ്പോൾ x 5 ആണെങ്കിൽ 5 × 5 25. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. വെരി സിമ്പിൾ. അടുത്ത ദിവസം നോക്കിക്കേ. A drink of chocolate and milk contains 8% pure chocolate by volume. If 10 liters of pure milk are added to the 50 liters of this drink, percentage of chocolate in the new drink. അതായത് ഞാനൊരു ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ മിൽക്കും വേണം, എനിക്ക് ചോക്ലേറ്റും വേണം അല്ലേ? അപ്പോൾ ആ ഒരു ഡ്രിങ്കിൽ മിൽക്കിസ്റ്റ് ചോക്ലേറ്റ് 8% ചോക്ലേറ്റ് ആണ്. 8% ചോക്ലേറ്റ് ആണെങ്കിൽ ഞാൻ ടോട്ടൽ 100 യൂണിറ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 92 യൂണിറ്റ് എന്തായിരിക്കും? മിൽക്ക് ആയിരിക്കും. ഇനി എന്ത് ചെയ്തു? ഞാൻ അതിലേക്ക് 10 ലിറ്റർ പ്യുവർ മിൽക്ക് ആഡ് ചെയ്തു. 10 ലിറ്റർ ആഡ് ചെയ്തു പ്യുവർ മിൽക്ക് മാത്രം. എന്തിലേക്ക് ആഡ് ചെയ്തെന്ന് അവർ പറയുന്നത്? 50 ലിറ്റർ ഡ്രിങ്കിലേക്ക്. അപ്പോൾ ഒറിജിനലി 50 ലിറ്ററാണ് ഉണ്ടായിരുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 100 എന്ന് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയാവും. 4 ലിറ്റർ ചോക്ലേറ്റും ഉണ്ടാവും, 46 ലിറ്റർ മിൽക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ 46 4 50 ലിറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? 10 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പം എത്ര ആയിട്ടുണ്ടാവും? 46ഉം 10ഉം 56 ലിറ്റർ മിൽക്കും ആഡ് ആയിട്ടുണ്ടാവും. ചോക്ലേറ്റിന് വ്യത്യാസമൊന്നുമില്ല, 4. അപ്പോൾ ഇതാണ് പുതിയ അളവ് എന്ന് പറയുന്നത്. മിൽക്ക് 56 ലിറ്റർ ഉണ്ട്, ചോക്ലേറ്റ് 4 ലിറ്റർ ഉണ്ട്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ചോക്ലേറ്റ് ആണ് ചോദിക്കുന്നത്. 4 ലിറ്റർ ഉണ്ട്. എത്രയിൽ? 56 4ഉം 60 × 100 ചെയ്യാലോ. 0 പോയി 2 3 20/3 എന്ന് പറഞ്ഞാൽ എന്താ ഫ്രാക്ഷൻ? 62/3%. 3 18 2 20. 20/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62/3%. അടുത്ത ദിവസം നോക്കിക്കേ. 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 പേർക്കും ഒരേ റൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ നോൺ സീറോ വാല്യൂ ഓഫ് കെക്ക് കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിൽ 0 ആവാത്ത വേറെ ഏത് വാല്യൂ ആണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. 2 പേർക്കും കോമൺ റൂട്ട് എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒന്നാമത്തേൻ്റെ തന്നിട്ടുണ്ടല്ലോ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മറ്റേ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് x² ആണ്. x² + 2x - 3. ഇത് x² + 3x - k = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സമ്മ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ -3. അപ്പോൾ -b +or - ചെയ്യുമ്പോൾ എന്തെന്ന് വരും? -2 +or - √b² - 4ac എന്ന് പറയുമ്പം b² 4 പ്ലസ് -3 × 1 12 എന്ന് വന്നു. /2a എന്ന് പറയുമ്പം 2 എന്ന് വന്നു. അതായത് എന്തെന്നൊക്കെ കിട്ടും? എക്സിൻ്റെ വാല്യൂ -2 കൂട്ടണം 4/2 അല്ലെങ്കിലോ -2 കുറയ്ക്കണം 4/2. അതായത് ഒന്നുകിൽ അതിൻ്റെ വാല്യൂ എന്തെന്നാവാം? 1 ആവാം. അല്ലെങ്കിലോ -6/2 -3 ആവാം.
അപ്പോൾ ഈ രണ്ട് വാല്യൂ ആണ് എക്സിന് പോസിബിൾ. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ റൂട്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പുറത്തെ ഇക്വേഷനിലും എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ -3 തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് 1 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ 1 ഇട്ട് കൊടുക്കുമ്പം രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1² + 3 × 1 3 - k = 0 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ എത്ര വരുന്നത്? 4 എന്നാണ് വരുന്നത്. നമ്മളോട് അത് തന്നെയാണ് ചോദിച്ചത്. കെയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂവിൽ 0 അല്ലാത്ത വാല്യൂ ഏത്? അതേതാണ്? അത് 4 ആണ്. സപ്പോസ് ഞാൻ 1 ഇട്ട് കൊടുക്കുന്നതിന് പകരം -3 ആണ് ഇട്ട് കൊടുത്തെങ്കിലോ? അപ്പോൾ എന്ത് വരും? സെക്കൻഡ് ഇക്വേഷനിൽ -3 ഇട്ട് കൊടുക്കുക. -3ൻ്റെ സ്ക്വയർ 9 + 3 × -3 - k = 0 ആവുന്നുണ്ടോ നോക്ക്. എന്തെന്ന് വരും? 9 - 9 - k = 0. അതായത് കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത് ഇവിടെ? 0യാ. അപ്പോൾ -3 ഇട്ട് കൊടുക്കരുത്. ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് കെയുടെ വാല്യൂ എത്രയാ? 4. ഓക്കെ, അടുത്ത് നോക്കിക്കേ. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 40 ടേംസ്. ഒരു AP പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 40 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം അതിൽ ഒരു കണക്ഷൻ കാണുന്നില്ല. പക്ഷേ ഇതിൽ ശരിക്കും 2 ഡിഫറെൻറ്റ് APകളെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇവർ. അതായത് നോക്കിക്കേ, 2 3 ഒന്നാമത്തെ AP ഇതാണ്. 2 3 4 5 6 7 8 9 അങ്ങനെ പോവും. അപ്പോൾ ഒന്നാമത്തെ AP ഏതാ? 2 + 4 4 3 + 4 + 5+ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. എത്ര ടേംസ് ഉണ്ടാവും? എത്ര ടേംസ് ഉണ്ടാവുമെന്ന് പറയാം. ഇനി സെക്കൻഡ് AP ഏതാ? അതായത് 4 9 16. കാണുമ്പോൾ തന്നെ അറിയാം സ്ക്വയർ ആണല്ലേ. ആരുടെയൊക്കെ സ്ക്വയർ? 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, അങ്ങനെ എത്രേൻ്റെ സ്ക്വയർ വരെ ഉണ്ടാവും? 40 ടേംസാണ് ടോട്ടൽ. 2 AP ആണ്. അപ്പോൾ രണ്ടിലും 20 ടേംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതേ 2ലാണ്. അപ്പോൾ അവസാനിക്കുന്നത് ഏതിലായിരിക്കും? 21ലായിരിക്കും അല്ലേ. ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ 20ൽ അവസാനിക്കുമായിരുന്നു. ഇതിപ്പോൾ 2ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 21ലായിരിക്കും അവസാനിക്കുന്നത്. 20 ടേംസ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് നോക്കിക്കേ, 2 സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 21ൻ്റെ സ്ക്വയർ വരെ ഉണ്ടാവും. രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 1 മൈനസ് ചെയ്യണം അല്ലേ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റത്തേൻ്റെ APയുടെ സമ്മ് എന്തായിരിക്കും നോക്കിക്കേ. എനിക്കറിയാം ഒന്നാമത്തേൻ്റെ സമ്മ് ഞാൻ കണ്ടുപിടിക്കുക. സമ്മ് അപ്പം ഒന്നാമത്തേത് നമുക്കറിയാം 2 3 4 5. അത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മറ്റേ ഈ ഇട്ട് കൊടുത്താൽ മതി. n × n + 1/2 ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുമ്പം അല്ലെങ്കിൽ 2 n/2 × x1 + x1 n/2 × x1 + xn. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. n/2 × 2a + n - 1 × d അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഒന്നാമത്തേൻ്റെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അതിൽ എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. 20/2 ചെയ്യുമ്പം 10 എന്ന് കിട്ടി. ഇനി x1 ആദ്യത്തെ ടേം 2 ആണ്. ലാസ്റ്റത്തെ ടേം എത്ര? 21 ആണ്. ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും സമ്മ്? ഇത് 10 എന്ന് വരും. 21 2 23 × 10 210. ഒന്നാമത്തേൻ്റെ സമ്മ് കിട്ടി. അടുത്തതിൻ്റെ സമ്മ് സ്ക്വയർ ആണ്. സ്ക്വയർ അതായത് 1 മുതൽ 1² + 2² + 3² അങ്ങനെ n² വരെയുള്ളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? n × n + 1 × 2n + 1 / 6. എന്തെന്ന് വരും? 1 മുതൽ 21 വരെയുള്ളതിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 1 മുതൽ 21 വരെയുള്ള സ്ക്വയറിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ അതിന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ 2² മുതലുള്ളതിൻ്റെ സമ്മ് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ 21 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ n-ൻ്റെ വാല്യൂ 21 വരെയുള്ളത് 21². അപ്പോൾ n 21 ആണ്. 21 × 21 + 1 22 ആണ്. ഇനി 21 42 1 43 ആണ് / 6. അപ്പോൾ 3 വെച്ച് ക്യാൻസൽ ചെയ്തോ നിങ്ങൾ? 7 എന്ന് കിട്ടും. ഇവിടെ 2 എന്ന് വരും. 2ഉം 22ഉം 11 എന്ന് വന്നു. 11 × 43 അല്ലേ. ഇൻറ്റു ഒരു 7ഉം കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എത്രയെന്ന് പറഞ്ഞു ആൻസർ? ഫൈനൽ ആൻസർ 3311 എന്ന് വന്നു. ഈ 3311 എന്ത് മൈനസ് ചെയ്യണം? ഈ 3311 എന്താ? 1² തൊട്ടിട്ട് 21ൻ്റെ സ്ക്വയർ വരെ ഉള്ളതാണ്. എനിക്ക് വേണ്ടത് 2² മുതൽ 21ൻ്റെ സ്ക്വയർ വരെയാണ്. അതായത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 3310. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ AP കിട്ടി, സമ്മ് കിട്ടി. രണ്ടാമത്തേൻ്റെയും സമ്മ് കിട്ടി. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയെന്ന് വരും? 4 3541 ആൻസർ വരും. ഓക്കെ, രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു അത്. അടുത്ത ദിവസം നോക്കിക്കേ, ഇതെങ്ങനെ ചെയ്യണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കോസ് ആൽഫയാണ് ഇവിടെ കോമൺ ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തേതിൽ നിന്ന് എനിക്ക് കോസ് ആൽഫ = n sin ബീറ്റ എന്ന് എഴുതാം. അടുത്തതിൽ കോസ് ആൽഫ = എങ്ങനെ എഴുതാം? അടുത്തതിന് കോസ് ആൽഫ = m കോസ് ബീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തുല്യമായിരിക്കില്ലേ? രണ്ടും കോസ് ആൽഫയുടെ ഇക്വേഷനാണ്. അപ്പോൾ n sin ബീറ്റ = എനിക്ക് എങ്ങനെ എഴുതാം? n sin ബീറ്റ = m കോസ് ബീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് n × sin ബീറ്റേനെ എനിക്ക് എങ്ങനെ എഴുതാം? രണ്ടിനെയും സ്ക്വയർ ആണ്. ഇവിടെയൊക്കെ ഓപ്ഷനിലൊക്കെ സ്ക്വയർ എടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ എടുത്ത് വിചാരിക്കുക. n² sin² m² cos² എല്ലാവരും ഞാൻ സ്ക്വയർ ചെയ്തു.
കാരണം എൻ്റെ ആൻസറിൽ സ്ക്വയർ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ സ്ക്വയറിന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് സ്ക്വയർ ബീറ്റയാണ്. അപ്പോൾ ഈ സൈനിനെ ഞാൻ കോസിലേക്ക് ആക്കണം. 1 - കോസ് സ്ക്വയർ ബീറ്റ എന്ന് എനിക്ക് എഴുതാം, അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ ബീറ്റ 1 - കോസ് സ്ക്വയർ ബീറ്റയാണ്. ഇനി ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിനെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ. ഇനിയോ കോസ് സ്ക്വയർ ബീറ്റ ടേമിന് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എൻ സ്ക്വയർ സമം ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ എം സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് എൻ സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ എന്നാവും. അതിൽ നിന്ന് കോസ് സ്ക്വയർ ബീറ്റ കോമൺ ആക്കി എടുത്താൽ എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്നായി. ആൻസറായി അല്ലേ? കോസ് സ്ക്വയർ ബീറ്റ സമം എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ. അതായത് ഏത് ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷൻ. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് സ്ക്വയർ ബീറ്റ സമം എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ഓപ്ഷൻ ഡി ആയിരിക്കും എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വാല്യൂ പുട്ട് ചെയ്താൽ മതി. ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ 0 ആവണമെങ്കിൽ അവർ രണ്ടുപേരും ഈക്വലാകുന്ന ഒരേ ഒരു കണ്ടീഷൻ ഏതാണ്? തീറ്റ 45 ഡിഗ്രി ആവണം. തീറ്റയ്ക്ക് 45 ഇട്ട് കൊടുക്കുക. അപ്പം എന്ത് തോന്നുന്നു? ഈ കണ്ടുപിടിക്കേണ്ട സാധനം ടാൻ 45 + 15 60 ഡിവൈഡഡ് ബൈ അടിയിലോ ടാൻ 45 - 15 30 എന്ന് തോന്നുന്നു. ടാൻ 60 എത്ര വിളാരാ? എത്രയാ? √3. അടിയിൽ 1/√3. ആൻസർ 3. ഓപ്ഷൻ എ 3. എളുപ്പമാണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വാല്യൂ ഓഫ് എൻ, ഈ തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ ആവുന്നുള്ളത്. അതായത് എന്നിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ചെയ്തു വരുമ്പോൾ എനിക്ക് ആൻസർ ഒരു ഇൻറ്റിജർ വാല്യൂ, അതായത് 1 2 3 4 അങ്ങനെ ഒരു ഇൻറ്റിജർ വാല്യൂ കിട്ടും. അപ്പോൾ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യണേ. എൻ സ്ക്വയർ ബൈ എൻ പ്ലസ് 11n/n പ്ലസ് 48 ഡിവൈഡഡ് ബൈ എൻ എന്ന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. എൻ സ്ക്വയർ ഇത് ചെയ്ത എന്തായാലും ഒരു പെർഫെക്റ്റ് ഇൻറ്റിജറാണ് കിട്ടാൻ പോണേ. എൻ സ്ക്വയർ എന്ന് ക്യാൻസൽ ആവും, ഒരു നമ്പർ കിട്ടും. ഇവിടെയും എന്നും ക്യാൻസലായി ഒരു ഇൻറ്റിജർ കിട്ടി 11. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അല്ലേ, 48/n. അപ്പോൾ അതിനെ എനിക്കൊരു പെർഫെക്റ്റ് ഇൻറ്റിജർ ആക്കണമെന്നുണ്ടെങ്കിൽ ഏത് വാല്യൂ ഇട്ട് കൊടുക്കണം? അപ്പം 48നെ അതിൻ്റെ ഫാക്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഇൻറ്റിജർ കിട്ടുക. ഇപ്പം 48നെ ഞാൻ 2 ഒരു ഫാക്ടറാണല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 24 ഒരു പെർഫെക്റ്റ് ഇൻറ്റിജർ കിട്ടി. അല്ലെങ്കിൽ 48നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 16 ഒരു പെർഫെക്റ്റ് ഇൻറ്റിജർ കിട്ടി. അതായത് 48ൻ്റെ ഫാക്ടർ ആയിരിക്കണം ഈ എൻ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻറ്റിജർ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്ര പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട് അല്ലേ? ഫോർ ഹൗ മെനി നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. എത്ര പോസിബിൾ ആയിട്ട് എന്നിന് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? 48നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 16 × 3 എന്ന് എനിക്ക് എഴുതാം. അതായത് 2⁻4 × 3 3⁻1. അപ്പോൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഇനി 48ൻ്റെ എത്ര ഫാക്ടറുകൾ ഉണ്ടെന്ന് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഈ പവറിനോട് 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4 അപ്പോൾ ഞാൻ 5 എടുക്കും, 1 കൂട്ടി. ഇൻറ്റു ഇവിടെ 1 1നോട് 1 കൂടെ കൂട്ടുമ്പോൾ 2. അതായത് 10 ഫാക്ടറുകൾ, 48ൻ്റെ 10 ഫാക്ടറുകൾ ഉണ്ട്. ആ 10 ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്നിന് എനിക്ക് 10 ഡിഫറെൻറ്റ് വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് 48ൻ്റെ ഫാക്ടർ ഏതൊക്കെയാണ്? 2 3 6 അങ്ങനെ തന്നെയാണ്. 8 എല്ലാം വരും. 8 12 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. അങ്ങനെ 10 ഡിഫറെൻറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ്. അതാണ് ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് വെച്ചോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് ഒരു ക്ലാസ്സിൽ 20 പേരുണ്ട്. ഒരു ദിവസം ആ ടീച്ചർ എന്ത് ചെയ്തു? കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നു. എന്നിട്ട് ആ ക്ലാസ്സിലുള്ളവർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ ആ വീതിച്ചു കൊടുത്ത ദിവസം 10 പേര് ആബ്സെൻ്റ് ആയിരുന്നു. അതായത് 20 പേര് ഉണ്ട് ടോട്ടൽ സ്ട്രെങ്ത്. അതിൽ ഫസ്റ്റ് ഡേ എത്ര പേരെ വന്നുള്ളൂ? 10 പേരെ വന്നുള്ളൂ. അപ്പോൾ 10 പേര് വന്നില്ലല്ലോ. 10 പേര് വന്നില്ല. അതുകൊണ്ട് തന്നെ ആ ടീച്ചറുടെ കയ്യിൽ 2 ചോക്ലേറ്റ് ബാക്കിയായിട്ട് കിട്ടി. 2 ചോക്ലേറ്റ് ബാക്കി വന്നു. സെക്കൻഡ് ഡേ ആ ക്ലാസ്സിൽ 2 കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു. അതായത് സെക്കൻഡ് ഡേ ആ ക്ലാസ്സിൽ 2 പേര്, 20ൽ 2 പേര് വന്നില്ല പറഞ്ഞാൽ 18 പേര് പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതേ നമ്പർ ആദ്യത്തെ ദിവസം കൊണ്ടുവന്ന അതേ ഈക്വൽ നമ്പർ ചോക്ലേറ്റ് കൊണ്ടുവന്നപ്പം അവിടെ എത്ര ബാക്കി വന്നു? 10 ചോക്ലേറ്റ് ബാക്കി വന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ദിവസം കൊണ്ടുവന്ന ചോക്ലേറ്റ് പ്ലസ് രണ്ടാമത് കൊണ്ടുവന്ന ചോക്ലേറ്റ് ടുഗെദർ രണ്ടും കൂടി കൂട്ടുമ്പോൾ വാല്യൂ കിടക്കുന്നത് 700ൻ്റെയും 800ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ടീച്ചർ ആദ്യത്തെ ദിവസം എക്സ് ചോക്ലേറ്റ് ആണ് കുട്ടികൾക്ക്, അതായത് ആദ്യത്തെ ദിവസം വീതിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് കിട്ടിയത് എക്സ് ചോക്ലേറ്റും രണ്ടാമത്തെ ദിവസം വീതിച്ചു കൊടുത്തപ്പോൾ കിട്ടിയത് വൈ ചോക്ലേറ്റും ആണെങ്കിൽ എക്സ് മൈനസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ദിവസത്തിൻ്റെ കണക്ക് നമുക്ക് പറയാം. 10 ദിവസം വന്നിരുന്നു. 10 ദിവസം ടീച്ചർ കൊണ്ടുവന്ന ചോക്ലേറ്റ് സി ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. സി എമൗണ്ട്, സി എത്രയും ചോക്ലേറ്റ് കൊണ്ടുവന്നു. സി ചോക്ലേറ്റ് കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തപ്പോൾ 2 ബാക്കിയായി എന്ന് പറയുമ്പോൾ 10 പേർക്ക്
ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ എ എന്ന് വിചാരിക്കാം, 10A, ഓരോ കുട്ടികൾക്കും എ വീതം കിട്ടി. 10A, 10 പേർക്ക് എ വെച്ചിട്ട് വീതിച്ചു കൊടുത്തപ്പോൾ ബാക്കി 2 വന്നു. സെക്കൻഡ് ദിവസം 18 പേര് പ്രസൻ്റ് ആണ്. 18 പേർക്ക് വീതിച്ചു കൊടുത്തു. 18 പേർക്ക്, അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടി? എ ആയിരിക്കില്ല, ബി ആയിരിക്കും അല്ലേ? നമുക്കറിയില്ല, ഒരേ നമ്പർ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ 18 പേർക്ക് ബി നമ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. ബാക്കി ടീച്ചറുടെ കയ്യിൽ 10 ചോക്ലേറ്റ് എഗെയിൻ ബാക്കി വന്നു. ആദ്യത്തെ ദിവസം 10 പേർക്ക് എത്രയോ നമ്പർ വീതം കിട്ടി, 2 എണ്ണം ബാക്കിയായി. രണ്ടാം ദിവസം 18 പേർക്ക് ബി നമ്പർ കിട്ടി, 10 എണ്ണം ബാക്കിയായി. ഇനി ആദ്യത്തെ ദിവസം കൊണ്ടുവന്നത് സി ചോക്ലേറ്റ്, രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നത് സി ചോക്ലേറ്റ്. 2 ദിവസം കൂടി കൂട്ടുമ്പോൾ ടുഗദർ എത്രയായി? 2 സി ചോക്ലേറ്റ്. അതായത് എക്സ് പ്ലസ് എക്സ് 2x എന്നുള്ള കൺസെപ്റ്റ്. അതിൻ്റെ വാല്യൂ ആണ് 700ൻ്റെയും 800ൻ്റെയും. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ എത്രേൻ്റെ ഇടയിലായിരിക്കും? ഡിവൈഡ് ചെയ്യുക. 350ൻ്റെയും 400ൻ്റെയും ഇടയിലായിരിക്കും സി ചോക്ലേറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി എനിക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചിരിക്കുക, ഇത്രയേ ഉള്ളൂ. എനിക്കിവിടെ 2 ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഇത് രണ്ടും സിയുടെ വാല്യൂ ആണ്. ഇതും സിയുടെ വാല്യൂ ആണ്, ഇതും സിയുടെ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂ എനിക്ക് ഇത്രയേ ഉള്ളൂ. 350ൻ്റെയും 400ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പറാണ് ആ നമ്പറിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ അത് 10ൻ്റെ മൾട്ടിപ്പിൾ ആവുക. അതായത് 350ൻ്റെയും 400ൻ്റെയും ഏതൊക്കെ നമ്പറുകളിലാണ് ആ നമ്പറിനോട് കൂടെ 2 കുറച്ചാൽ 10ൻ്റെ മൾട്ടിപ്പിൾ. അതായത് ഫോർ എക്സാമ്പിൾ 352 ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ 2 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 10ൻ്റെ മൾട്ടിപ്പിൾ 350 എന്ന് കിട്ടും. അടുത്ത നമ്പർ ഏതായിരിക്കും? 362 ആയിരിക്കും. 2 കുറച്ചാൽ 360 എന്ന് കിട്ടി അല്ലേ? അടുത്ത നമ്പറോ 372 ആയിരിക്കും. പിന്നെയോ 382 ആയിരിക്കും. പിന്നെയോ 392. കഴിഞ്ഞു. നെക്സ്റ്റ് 400 ആണ്, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ 5 ഡിഫറെൻറ്റ് നമ്പർ ഞാൻ എടുത്തെഴുതി. ഇനി എനിക്ക് എന്താ സെക്കൻഡ് കണ്ടീഷനിലേക്ക് വാ. സെക്കൻഡ് കണ്ടീഷനിൽ എന്താ പറയുന്നത്? ഇതും സിയുടെ വാല്യൂ തന്നെയാണ് അല്ലേ? അതിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 18ൻ്റെ മൾട്ടിപ്പിൾ ഇടണം. 18ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ എളുപ്പത്തിന് യൂണിറ്റ് ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് എടുക്കാം. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്ന 5 വാല്യൂസ് ഇതിൽ ഏതിൽ നിന്നാണ് ഞാൻ 10 കുറച്ച് കഴിഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 18ൻ്റെ മൾട്ടിപ്പിൾ ഇട്ടാൽ പോണേ? ഫസ്റ്റ് നമ്പർ എടുത്തു. ഇതിൽ നിന്ന് 10 കുറച്ച് എന്തെന്ന് വരും? 342 എന്ന് വന്നു. ഇത് 18ൻ്റെ മൾട്ടിപ്പിൾ ആണോ 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്ക്. 4 3 7 2 9 ആണ്. 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലേ? 2 × 9 അല്ലേ 18. അപ്പം എൻ്റെ ആൻസർ ഏതാ? 352 തന്നെയാണ്. നിങ്ങൾ വേറെ ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുക. 362 നിന്ന് 10 കുറച്ചാൽ 352. അത് മൾട്ടിപ്പിൾ ആണോ 9ൻ്റെ? അല്ല. 5 3 8 2 10. ഇവിടെയാണോ 362? 6 8 3 11 അല്ല. ഇവിടെ ഒന്നും അല്ല. ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ് ആദ്യത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും ഈക്വലായിട്ട് സാറ്റിസ്ഫൈ ആവുന്നത്. അതായത് എൻ്റെ ആൻസർ എത്രയാണ്? 352. ടീച്ചർ ക്ലാസ്സിലേക്ക് ഓരോ ദിവസവും കൊണ്ടുവന്ന ചോക്ലേറ്റ് എത്രയായിരിക്കും? 352 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം ആ കുട്ടിക്ക് കിട്ടിയ ചോക്ലേറ്റിൻ്റെ എണ്ണമാണ് എക്സ്. എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നോക്കിക്കേ, 352 ചോക്ലേറ്റ് ഞാൻ കൊണ്ടുവന്നു. ആ 352 ഓരോ ദിവസം കുട്ടികൾക്ക് കിട്ടിയത് എ ആണല്ലേ? അപ്പോൾ ഈ സിയുടെ അവിടെ ഞാൻ എന്തെന്ന് എഴുതുന്നു? 352 എന്ന് എഴുതുന്നു. 352. അപ്പോൾ 10A, അതായത് 352 നിന്ന് 2 കുറച്ച് എത്രയാണ്? 10 കുട്ടികൾക്ക് എ വീതം വീതിച്ചു കൊടുത്ത ചോക്ലേറ്റ് എന്ന് പറയുന്നത് 350 ആയിരിക്കും. 352 നിന്ന് 2 ബാക്കി വന്ന് 2 കുറച്ചു. അതായത് ഓരോ കുട്ടിക്കും 35 എണ്ണം വീതം വെച്ച് കിട്ടിയിട്ടുണ്ടാവും. എക്സിൻ്റെ വാല്യൂ 35. ഇനി വൈയുടെ വാല്യൂ, സെക്കൻഡ് ദിവസം ആ കുട്ടി 352 ചോക്ലേറ്റ് തന്നെയാണ് കൊണ്ടുവന്നത്. അത് 18 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ 10 എണ്ണം ബാക്കിയായി. അതായത് 18 പേർക്ക് വീതിച്ച് കൊടുത്തത് എത്രയായിരിക്കും? 352 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 342 ആയിരിക്കും. ആ 342 ഡിവൈഡഡ് ബൈ 18 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോ കുട്ടിക്കും കിട്ടിയത് കിട്ടും. എത്ര ആയിരിക്കും അത്? ഒരു തവണ പോവും, 9 തവണ വരും. എക്സും വൈയും കിട്ടി. എക്സ് മൈനസ് വൈ 35 നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എത്രയെന്ന് വരും? 16. ഓപ്ഷൻ എ 16. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വയ്ക്കാം. മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത ദിവസം നോക്കിയാൽ 24ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ പറയുന്നുണ്ട് MNOP എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ്. MNOP ഒരു പാരലോഗ്രാം ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഞാൻ PM എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെഡിലേക്ക് കൊണ്ടുവന്നു. OZ MNനെയും PNനെയും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് YUX ആണ്. OX 27 ആണ്. OX എന്ന് പറയുമ്പോൾ അതെ ഈ വാല്യൂ 27 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ. നെക്സ്റ്റ് XY 18 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 18 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, YZ എത്ര? YZ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം പാരലോഗ്രാം ആണല്ലോ, പാരലൽ ലൈൻസിനെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആംഗിളുകൾ ഏതൊക്കെയോ തുല്യമാണ്. അപ്പോൾ ഏതൊക്കെ ആംഗിളാണ് തുല്യം എന്ന് പറഞ്ഞാൽ? Z ഫോം ചെയ്യണം അല്ലേ? പാരലൽ ആംഗിൾ ആകുമ്പം കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, MNOP 2 പാരലൽ ലൈനാണ്. അതിനെന്തേ NP ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ആംഗിൾ തന്നെയായിരിക്കും എന്ത്? ഈ ആംഗിൾ. അപ്പോൾ ഒരു ആംഗിൾ കിട്ടി. ഇനി വേറെ കളറിൽ, അടുത്ത കളറിൽ ഇനി വേറെ ഏതൊക്കെ ആംഗിളുകളായിരിക്കും തുല്യം? ഇത് MNOPയും അതിനതേ
ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. സോറി, എം എൻ ഒ പി അല്ല, പി സെഡും എൻ ഒയിനും ദേ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആംഗിളുകളായിരിക്കും തുല്യം? ദേ ഈ ആംഗിൾ തന്നെയായിരിക്കും ഏത് ആംഗിള്? ഈ ആംഗിള്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടെണ്ണം തുല്യമാണെങ്കിൽ ആ ട്രയാംഗിളിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി തുല്യമാവും. അല്ലെങ്കിൽ ദേ ഓപ്പോസിറ്റ് ആണ്. ദേ ഇത് തന്നെയായിരിക്കും എന്ത്? ഇപ്പുറത്തുണ്ടായ ദേ ഈ ആംഗിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിളുകൾ തുല്യമാണെങ്കിൽ എന്താ? ആ രണ്ട് ട്രയാംഗിൾ, ഏതൊക്കെ രണ്ട് ട്രയാംഗിൾ? ദേ ഈ ട്രയാംഗിളും എന്തായിരിക്കും? അവർ രണ്ടുപേരും സിമിലർ ട്രയാംഗിൾ ആയിരിക്കും. സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വശങ്ങൾ ഒരേ റേഷ്യോയിലായിരിക്കും. സിമിലർ ട്രയാംഗിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇത് 27, അത് 18 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 18 ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? 18 തന്നെ ആയിരിക്കും. ഇത് 18 ആയിരിക്കും. അതായത് ഞാനിങ്ങനെ എടുത്തു വിചാരിക്കുക, അപ്പോൾ ഈ ട്രയാംഗിളിൽ, ചെറിയ ട്രയാംഗിളിൽ 18 ഡിവൈഡഡ് ബൈ റേഷ്യോ മറ്റേ ട്രയാംഗിളിൽ 27 വിച്ച് ഇസ് ഈക്വൽ ടു, ഒരേപോലെയുള്ള വശങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. ഇതിപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വശം ഏതാ? ഇതാണ്. അതിന് ഞാൻ വൈ എന്ന് എടുത്തു വിചാരിക്കുക. എക്സ് ബൈ വൈ. അപ്പോഴും എന്തും തന്നെ വന്നു, എക്സിൻ്റെ വാല്യൂ 18, വൈയുടെ വാല്യൂ 27 തന്നെ വന്നു. അപ്പോൾ എനിക്ക് ഈ എക്സിന് ഞാൻ 28 എന്ന് എഴുതി. അതേപോലെ തന്നെ ഈ വൈനെ, താഴത്ത് എഴുതിയിരിക്കുന്ന ഈ വൈനെ ഞാൻ എന്തെന്ന് എഴുതുന്നു? 18 എന്ന് എഴുതി. ഇതിന് ഞാൻ 27 എന്ന് എഴുതി. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് ഇവിടം വരെ 18 ആണ്, താഴത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ 27 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പ് എത്രയായിരിക്കും? ഇത് തുല്യമല്ലേ? പാരലോഗ്രാം ആണ്. പി ഒയും എം എന്നും തുല്യമാണ്. ഇത് 18 ആണെങ്കിൽ ഇത് എന്തായാലും 9 ആയിരിക്കും. എം വൈയുടെ വാല്യൂ 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെഡ് പി ഒ എന്ന് പറയുന്ന വലിയ ട്രയാംഗിളിലേക്ക് നിങ്ങൾ നോക്കുക. സെഡ് പി ഒ എന്ന് പറയുന്ന വലിയ ട്രയാംഗിളിൽ നോക്കിക്കേ, ഇതൊരു പാരലൈൻ ആണല്ലേ? എം വൈയും പി ഒയും പാരലൽ ആണെന്ന് അറിയാം. അപ്പോൾ അവരുടെ ട്രയാംഗിളിൻ്റെ റേഷ്യോ എടുക്കുക. എം വൈ ഡിവൈഡഡ് ബൈ പി ഒ എന്തിനോട് തുല്യമായിരിക്കും? എനിക്ക് കണ്ടുപിടിക്കുന്നത് സെഡ് വൈ ആണല്ലേ? സെഡ് വൈ ഡിവൈഡഡ് ബൈ സെഡ് ഒയിനോട് തുല്യമായിരിക്കും. അതായത് എം വൈ ഡിവൈഡഡ് ബൈ എം വൈ എത്രയാ? എം വൈ എന്ന് പറയുന്നത് 9 ആണ്. 9 ഡിവൈഡഡ് ബൈ പി ഒ എന്ന് പറയുമ്പോൾ അടിഭാഗത്ത് 27 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെഡ് ഒ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? സെഡ് ഒ എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ സെഡ് വൈ അവിടെ തന്നെ നിൽക്കട്ടെ. സെഡ് വൈ എനിക്ക് അറിയില്ല. പ്ലസ് വൈ സെഡ് എത്രയാ? വൈ എക്സ് എത്രയാ? 18 പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ? 27. മനസ്സിലായോ? ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ആ സെഡ് ഒയുടെ വാല്യൂ എഴുതി. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ 18, ഇവിടെ തൊട്ട് ഇവിടം വരെ 27. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം എനിക്ക് എത്രയാണെന്ന് കിട്ടി? ഇത് 1/3 വെച്ചിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ 1/3 ഇസ് ഈക്വൽ ടു സെഡ് വൈ ഡിവൈഡഡ് ബൈ സെഡ് വൈ പ്ലസ് എത്രയാണെന്ന് വന്നു? 45. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ? അപ്പോൾ 3 സെഡ് വൈ ഈക്വൽ ടു സെഡ് വൈ പ്ലസ് 45. അതായത് 2 സെഡ് വൈ 45 എന്നാവും. സെഡ് വൈയുടെ വാല്യൂ 45ൻ്റെ പകുതി 22.5. ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കാം നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ചൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സംഭവത്തിലുള്ളൂ, എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ 8000 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ എക്സ്റ്റേണൽ മെഷറും ഇൻറ്റേർണൽ മെഷറുമാണ് പറയുന്നത്. അതായത് കുറച്ച് കട്ടിക്കാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും എക്സ്റ്റേണൽ മെഷറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3 മീറ്റർ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇനി അതിൻ്റെ ഭിത്തിക്ക്, വാളിന് 5 മീറ്റർ തിക്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബോട്ടത്തിലെ തിക്നെസ് ആണ് ഈ ചോദിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പം പെട്ടെന്ന് മനസ്സിലല്ല. സോ ഞാനൊരു ഫിഗർ ഇട്ടിട്ടുണ്ട്. ഫിഗർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞുതരാൻ നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ. ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന ടാങ്ക്. ഈ ടാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്താണ്? നോക്കിക്കേ, ഇതാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് വിചാരിക്കുക. ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത്, ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് വിചാരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? തിക്നെസ് കണ്ടോ? ഈ കാണുന്നത് ഇത് 5 ആണെങ്കിൽ ഇതും 5 തന്നെയായിരിക്കും ലെങ്ത്തിൽ. സോറി, അത് ബ്രെഡ്ത്തിൽ. ലെങ്ത്തിലോ അപ്പുറത്ത് 5 തിക്നെസ് ഉണ്ടെങ്കിൽ ഇവിടെയും 5 തിക്നെസ് ഉണ്ടാവും. ലെങ്ത്തിലും ബ്രെഡ്ത്തിലും 5 രണ്ട് സൈഡിലും തിക്നെസ് ഉണ്ട്. ഹൈറ്റിൽ ആ തിക്നെസ് വരുന്നില്ല. മുകൾ ഭാഗം ഓപ്പൺ ആണല്ലേ? മുകൾ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് എനിക്ക് അങ്ങനെ തിക്നെസ് പറയാനൊന്നുമില്ല. അടിഭാഗത്ത് പക്ഷേ ഒരു തിക്നെസ് ഉണ്ടാവും. അത് ഉണ്ടാക്കിയിടുമ്പോൾ താഴ്ഭാഗത്ത് ഒരു കട്ടിക്ക് പണിത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ ആ കട്ടിക്ക് എത്രയാണ് പണിതെന്ന് നമുക്കറിയില്ല. അത് 5 ആയിരിക്കില്ല. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് അവർ. മനസ്സിലായോ? അപ്പോൾ ലെങ്ത്തിൽ എടുക്കുമ്പോൾ 2 സൈഡിലും 5 തിക്നെസ് ഉണ്ട്. ബ്രെഡ്ത്തിന് എടുക്കുമ്പോഴും 5 രണ്ട് സൈഡിലും തിക്നെസ് ഉണ്ട്. പക്ഷേ ഹൈറ്റിന് എടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് തിക്നെസ് എനിക്ക് പറയാനില്ല. അടിഭാഗത്ത് തിക്നെസ് ഉണ്ട്, പക്ഷെ അത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അത് 5 അല്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8000 ലിറ്ററാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 3.3, 2.6, 1. എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുന്നു? സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നു. 5 സെൻറ്റിമീറ്ററാണ് തിക്നെസ്. അപ്പോൾ 330 സെൻറ്റിമീറ്റർ
260 സെൻറ്റിമീറ്റർ 110 സെൻറ്റിമീറ്റർ എന്നായി. ഇതിനെ 8000 ലിറ്റർ ആണ്, അതിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ക്യൂബോയിഡ് പോലത്തെ ഒരു ഷേപ്പാണല്ലോ അത്, അതിൻ്റെ വോളിയം എന്തായിരിക്കും? LBH തന്നെ ആയിരിക്കും. അപ്പോൾ LBH എന്ന് പറയുമ്പോൾ ഉൾഭാഗത്തിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അതിനുള്ളിൽ കൊള്ളുന്ന, ദേ നോക്ക്, ഇതിനുള്ളിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷനൊക്കെ പുറം ഭാഗത്തിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ നമുക്ക് ഉൾഭാഗത്തിൻ്റെ ഡയമെൻഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ആ പുറം ഭാഗത്തെ ഡയമെൻഷനിൽ നിന്ന് ആ തിക്നെസ് കുറയ്ക്കണം രണ്ട് സൈഡിലെയും. ഇത് ഈ പുറം ഭാഗത്തിൻ്റെ കിട്ടാൻ വേണ്ടി അത് കുറയ്ക്കണം, പുറം ഭാഗത്തിലുള്ളത് കുറയ്ക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വരും നോക്കിക്കേ. അതായത് 300 L ലെങ്ത് ഞാൻ എഴുതാണ്. 330 പുറം ഭാഗത്തിൻ്റെ തിക്നെസ്, പുറം ഭാഗത്തിൻ്റെ ലെങ്ത്. രണ്ട് സൈഡിലും 5 വീതം 10 സെൻറ്റിമീറ്റർ തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ -10 ആയിരിക്കും ഉൾഭാഗത്തിൻ്റെ ഡയമെൻഷൻ. നെക്സ്റ്റ് ബ്രെഡ്ത്തിൽ 260 - 10. ഹൈറ്റിലോ 110 - 10 അല്ല, ഞാൻ പറഞ്ഞു ഹൈറ്റിൽ മുകൾ ഭാഗവും ഇല്ല, അടിഭാഗത്തിൽ ഒരു തിക്നെസ് ഉണ്ട്. അത് എത്രയാണെന്ന് എനിക്കറിയില്ല, അത് X ആക്കി ഞാൻ എടുക്കുന്നു. അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു 8000 × 1000 സെൻറ്റിമീറ്റർ ക്യൂബിലേക്കാക്കി. അപ്പോൾ ഇത് എത്രയാണെന്ന് വരും? 320 × 250 × 110 - X 0 0. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. 2 0 ക്യാൻസലാക്കി. 25 വെച്ചിട്ട് തന്നെ അങ്ങോട്ട് 0 വെച്ച് ക്യാൻസൽ ചെയ്യണ്ട. എന്താ ചെയ്യുക? 250 1000 ഒറ്റയടിക്ക് അങ്ങോട്ട് 4 എന്ന് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യും. 4 320 0 0 പൊക്കോട്ടെ. 4 32 8 തവണ 8 8 പോയി. അപ്പോൾ 110 - Xൻ്റെ വാല്യൂ എത്രയാണെന്ന് വന്നു? 100 എന്ന് വന്നു അല്ലേ. 2 0 ഉണ്ട് ഇവിടെ. Xൻ്റെ വാല്യൂ 10 എന്ന് വന്നു. Xൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണത്. 10 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ എനിക്കെല്ലാം നോക്കിക്കേ. മീറ്റർ 10 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എന്താ? ഒരു ഡെസിമീറ്റർ. 1 dm. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ സ്ട്രൈറ്റ് ലൈനിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈന് BC എന്ന് പറയുന്ന ഒരു ലൈന്, അതിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 4 - 4. ഇവിടെയോ 0 6 ആണ്. ഇതിനെ A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ. എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ സെക്ഷൻ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. എന്തെന്ന് വരും? ഇത് M:n ആണല്ലേ. mx2 + nx1 / m + n, my2 + ny1 / m + n. അപ്പോൾ mx2 ഇതാണ് x1, ഇതാണ്, ഇതൊക്കെ ആർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ ഞാൻ പറയണേ, y2. അപ്പോൾ m1 × mx2 എന്ന് പറയുമ്പോൾ ആരാ? 0 പ്ലസ് n x1 എന്ന് പറയുമ്പോൾ 4 / m + n ചെയ്യുമ്പോൾ 4. ഇതാണ് x കോർഡിനേറ്റ്. y കോർഡിനേറ്റ് എന്തെന്ന് വരും? my2 6 പ്ലസ് ny1 -4 / 4. ചെയ്യാലോ. 3 × 4 12/4 3. ഇവിടെയോ 6 - 12 - 6/4 എന്ന് പറയുമ്പം -6/4 എന്ന് വരും. അതായത് -3/2, അതായത് -1.5. 3 - 1.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കും? x - x² / n ചെയ്യണം അല്ലേ. അതായത് x എന്താ? ആവറേജ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. മീൻ = എല്ലാം കൂടി സം ചെയ്യും. 11 7 18 28 38 3 41 9 50. എത്ര നമ്പർ ഉണ്ട്? 5 ഉണ്ട്. അതായത് 10. ആവറേജ് മീൻ കിട്ടി. ഇനി മീനിൽ നിന്ന് ഓരോ നമ്പറിനെയും കുറയ്ക്കുക. മൈനസ് സൈനൊന്നും നോക്കണ്ട, കുറച്ചിട്ട് എഴുതി നിങ്ങൾ. 11 10 1, 10 7 പോയാൽ 3, 10 10 0, 13 10 പോയാൽ 3, 10 9 പോയാൽ 1. ഞാൻ എന്തെടുത്തിട്ടില്ല, സൈൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വലുതിൽ നിന്ന് ചെറുതാണ് കുറച്ച് എഴുതിയിരിക്കണേ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് എഴുതി. ഇതാണ് x - x² എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കണം. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പം 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9, 0 9 1. എന്നിട്ട് എന്ത് ചെയ്യണം? അടിഭാഗത്ത് എത്ര നമ്പർ ഉണ്ട് ഡിവൈഡ് ചെയ്യാം. 18 2 20/5 = 4 എന്ന് വന്നു. സിഗ്മയുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ x - x² / n നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ കിട്ടിയതിൻ്റെ റൂട്ട് എടുത്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. റൂട്ട് 4 2 2ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സപ്പോസ് വേരിയൻസ് ആയിരുന്നു ചോദിച്ചെങ്കിൽ എന്താ ആൻസർ? വേരിയൻസ് 4 തന്നെയാണ്. 4ൻ്റെ റൂട്ട് എടുത്താൽ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിക്കറ്റ് ഞാൻ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ
ടിക്കറ്റ് എടുക്കാൻ പോവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ എടുക്കുന്ന ടിക്കറ്റ് 3ൻ്റെയോ അല്ലെങ്കിൽ 5ൻ്റെയോ മൾട്ടിപ്പിൾ ആവാനുള്ള ചാൻസ് എന്താ? അപ്പോൾ 3, അപ്പോൾ ശ്രദ്ധിക്കുക, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ 3ൻ്റെയോ ഓറാണ് അല്ലേ, ഓറാണ്, 3 അല്ലെങ്കിൽ 5ൻ്റെയോ. 3ൻ്റെ മൾട്ടിപ്പിൾ ആവാം, ഒന്നുകിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാം. പക്ഷേ ഈ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ 3ൻ്റെയും 5ൻ്റെയും ഒരേപോലെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ, അതായത് 3 × 5 15ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാവും. അതെനിക്ക് വേണ്ട. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ രണ്ടിൻ്റെയും വരുന്നത്, അതായത് 15ൻ്റെ മൾട്ടിപ്പിൾ 15, 30 അങ്ങനെയുള്ള നമ്പേഴ്സ് എന്തൊക്കെ എന്താ, അതൊക്കെ 3ൻ്റെയും 5ൻ്റെയും ആണ്. അങ്ങനെ ഒരേപോലെയുള്ളത് മൈനസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 3ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടാവും? 100 വരെയുള്ള നമ്പേഴ്സിൽ എന്ത് ചെയ്താൽ മതി? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33.33 സംതിങ് വരും. ആ ഫ്രാക്ഷൻ നമുക്ക് വേണ്ട. 33. 33 നമ്പറുകൾ ഉണ്ടാവും. അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 5ൻ്റെ മൾട്ടിപ്പിളോ? 100/5 20 മൾട്ടിപ്പിൾ ഉണ്ടാവും. ഇനി 15ൻ്റെ മൾട്ടിപ്പിൾ എത്ര ഉണ്ടാവും? 100/15. 15 × 6 90 അപ്പോൾ 6 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. 6 നമ്പറുകൾ എങ്ങനത്തെ നമ്പർ ആയിരിക്കും? അത് ഒരേപോലെ 3ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിളാണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യേണ്ടി വരും. അതായത് 3ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിളുകൾ എത്രയൊക്കെയാണ്? 33 + 20 ആണ്. അതിൽ നിന്ന് ഞാൻ രണ്ടുപേരുടെയും മൾട്ടിപ്പിൾ LCM ആയിട്ട് വരുന്ന 6 കുറയ്ക്കുക. അതായത് എത്രയാണെന്ന് തോന്നുന്നു? 53 - 6 47. 47 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രോബബിലിറ്റിയാണ് ചോദിക്കണത്. 47 നമ്പേഴ്സ് 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾ ആവാം ഔട്ട് ഓഫ് 100 നമ്പറിൽ. 47/100. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റ്ലി അറേഞ്ചിങ് അറ്റ്ലീസ്റ്റ് 2 ഫ്ലാഗ്സ് ഇൻ ഓർഡർ ഓൺ എ വെർട്ടിക്കൽ സ്റ്റാഫ് ഇഫ് 5 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ആർ അവൈലബിൾ. അതായത് 5 ഡിഫറെൻറ്റ് കളറുള്ള ഫ്ലാഗ്, കൊടികൾ എൻ്റെ കയ്യിലുണ്ട്. ആ കൊടികൾ എനിക്ക് മിനിമം 2 കൊടികൾ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. വെർട്ടിക്കലി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എനിക്ക് എത്രത്തോളം ഡിഫറെൻറ്റ് സിഗ്നൽ കിട്ടുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് മിനിമം 2 എന്നാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് 2. അപ്പോൾ 2 കൊടി. ഇപ്പോൾ 2 കൊടി എനിക്ക് വെക്കാം. അല്ലെങ്കിലോ എനിക്ക് വേണമെങ്കിൽ 3 കൊടി വെക്കാം. അല്ലെങ്കിലോ എനിക്ക് വേണമെങ്കിൽ 4 കൊടി വെക്കാം. അല്ലെങ്കിലോ എനിക്ക് വേണമെങ്കിൽ തന്നിരിക്കുന്ന 5 കൊടിയും വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. മിനിമം 2 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്കിതെല്ലാം പോസിബിൾ ആണ്. ഇതെല്ലാം ഡിഫറെൻറ്റ് കളറാണ്. എല്ലാം ഒരേ കളറല്ല. ഞാൻ ഒരേത് വരച്ചു എന്നേ ഉള്ളൂ, ഒരേ കളറല്ല. ഓക്കെ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പോസിബിൾ ആണെന്ന്, എത്രത്തോളം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിഗ്നൽ സിസ്റ്റം എനിക്ക് കോമ്പിനേഷൻ പോസിബിൾ ആണെന്ന് ചോദിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 5 കളറുണ്ട്. ഇവിടെ 5 എടുത്താൽ 1 കളർ അവിടെ പോയി, ബാക്കി 4 കളറേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ ആദ്യത്തേൽ ഞാൻ 5 കളർ എടുക്കാം, രണ്ടാമത്തേൽ 4 കളറേ പറ്റുള്ളൂ, അടുത്തേൽ 3 കളറേ പറ്റുള്ളൂ. അല്ലേ, കഴിഞ്ഞു. ഒരു തവണ എനിക്ക് ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെയോ 5 × 4 × 3 × 2 എന്ന് വരും. അപ്പുറത്തതിലും അത് തന്നെ 5 × 4 × 3 × 2 × 1 എന്ന് വരും. 1 കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെത്ര? ഇത് 120 പ്ലസ് ഇത് 120 പ്ലസ് ഇത് കഴിയുമ്പോൾ എത്ര വരും? 60 പ്ലസ് ഇതോ 20. അതായത് 80 പ്ലസ് 240. ആൻസർ 320. 320 അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ? അടുത്ത ദിവസം നോക്കിയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 30th ക്വസ്റ്റ്യൻ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്തിട്ട് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴി നോക്കാം. കാരണം ആൻസറിൽ അങ്ങനെ ഒരു ഹോൾ റൂട്ടില്ല. അപ്പോൾ നോക്കുവാണെങ്കിൽ √10 ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു, 2 ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു, ഉള്ളിലുള്ളതിനെ √6 ഞാൻ √2 × √3 എന്ന് എഴുതി, √15 √3 × √5 എന്ന് എഴുതി, മൈനസ് √10 √2 × √5 എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ എനിക്ക് എന്താ കാണുന്നത് ഇവിടെ? A × B, B × C, A × C എന്ന് കാണുന്നുണ്ട്. 2 × AB + BC + AC. അത് എവിടെയോ ഒരു ഫോർമുലയിൽ കണ്ടിട്ടുണ്ട്. എന്തിൻ്റെ ഫോർമുല അത്? A + B + C the whole square ഫോർമുലയിലാണ്. അല്ലേ, ഓർമ്മയുണ്ടോ? A + B + C the whole square ഫോർമുലയിലാണ് A² + B² + C² പ്ലസ് 2 × AB + BC + AC ഈ ഫോർമുല വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. A B C കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് A² + B² + C² ആയിരിക്കണം. ശരിയാണോ നോക്കാം. √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് √3യുടെ സ്ക്വയർ 3 പ്ലസ് √5ൻ്റെ സ്ക്വയർ 5 കൂട്ടുമ്പോൾ 10 എന്ന് കിട്ടുന്നുണ്ട്. ശരിയാണ്. അതായത് ഇതിനെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. √10നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് √2 the whole square പ്ലസ് √3 the whole square പ്ലസ് √5 the whole square എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. പ്ലസ് 2 × ബാക്കിയുള്ളത് അതുപോലെ തന്നെ √2 × √3 മൈനസ് √3 × √5 മൈനസ് √2 × √5. അപ്പോൾ എൻ്റെ ഫോർമുലയിൽ ഇവിടെ മൈനസ് ആണല്ലോ, ഇവിടെ പ്ലസ് ആയിരുന്നു വരേണ്ടത്, പക്ഷെ മൈനസ് ആണ്.
അപ്പോൾ ആൻസറിൽ ഒരു നമ്പറിൽ മൈനസ് ഉണ്ടാവും. അപ്പോൾ അത് ഏത് നമ്പറാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മൈനസ് ഉള്ളത് 2 ടേമിലല്ലേ? ഈ 2 ടേമിലല്ലേ മൈനസ്? ഈ 2 ടേമിൽ ഏതാണ് കോമൺ ആയിട്ടുള്ള നമ്പർ നോക്ക്. ഈ 2 ടേമിൽ √5 ആണ് കോമൺ. ഇവിടെ √5, ഇവിടെ √5. അപ്പോൾ √5-ലായിരിക്കും എനിക്ക് ഫൈനൽ ആൻസറിൽ എന്തുണ്ടാവുക? മൈനസ് ഉണ്ടാവുക. ബാക്കിയെല്ലാം പ്ലസ് ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. ഈ റൂട്ട് ഇതിപ്പം ഇങ്ങനെ എനിക്ക് എഴുതാമല്ലോ. √2 പ്ലസ് √3 മൈനസ് √5 ദ ഹോൾ സ്ക്വയർ. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആകുമ്പം ആൻസർ എത്രയെന്ന് വരും? √3 പ്ലസ് √2 മൈനസ് √5. കണ്ടോ? അത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പമാ സാറിൻ്റെ ക്ലാസ് ടെസ്റ്റാണ്. ഇപ്പോൾ സീസൽ മെയിൻസിൻ്റെ മോക്കാളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം 18ഉം 19 എക്സാം. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ CHSL ആണെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.